ചിലരൊക്കെ നമ്മളെ വീഡിയോ, അതായത് ചാനൽ ഉണ്ടായി കഴിഞ്ഞാല് നമ്മളെ ഫാമിലിക്ക് നമ്മളോട് ഒരു അകൽച്ചാണ്. പലർക്കും ഉണ്ടാവട്ടാ. ഉണ്ടോന്നുള്ളത് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ഞാൻ പറഞ്ഞ ശരിയാണെങ്കിൽ. അപ്പോ 24 hour എന്ന് പറഞ്ഞ മാതിരി യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ ഏത് രീതിയിലുള്ള വീഡിയോ അവർ കാണുമ്പോൾ അവർക്കൊരു വിഷയമല്ല. അതേസമയം നമ്മളെ വീഡിയോ ഒന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവർക്കതൊരു ഈഗോ ആണ്. എന്നാലോ അവരെന്താ പറയാ, ഹൈ എന്താക്കാണത്, എന്തിനാ ഇതൊക്കെ പെട്ടിക്കണത്, ഇങ്ങനെയൊക്കെ ഇടണ എന്നൊക്കെയാണ് പറയും. അങ്ങനെ പറയുമെങ്കിലും ഇവര് കാണുന്നത് അങ്ങനെയുള്ള വീഡിയോ മാത്രമേ കാണുള്ളൂ. കാരണം എന്താ, അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോഴാണ് ഇതേപോലുള്ള വീഡിയോസ് അവിടെ ചെന്ന് നമ്മളതും ചാടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക്, മനസ്സിലായില്ലേ, ഒരേ കാറ്റഗറിയിലുള്ള സംഭവങ്ങൾ കാണുമ്പോഴാണല്ലോ ആ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ അവർ മുന്നിൽ പോയി ചാടുക. അത് അവർക്കറിയില്ലെങ്കിൽ നമുക്കറിയാം. നമ്മളെ അടുത്ത് തന്നെ ക്യാഷ് വാങ്ങിയിട്ട് ആ ക്യാഷിനൊന്നും ഒരു കുഴപ്പമില്ല. യൂട്യൂബിന്റെ പൈസ കടം മേടിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ പൈസ മേടിക്കാനോ ചോദിച്ചു മേടിക്കാനോ അല്ലെങ്കിൽ ചാർജ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ ഒക്കെ മേടിക്കാനോ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഹറാമിയത്തും ഇല്ല, ഹലാലത്തും ഇല്ല. അത് വാങ്ങി ആ റീചാർജ് ചെയ്തിട്ട് ആ ഇതിൽ കൂടെ തന്നെ കാണുന്ന വേറുള്ളവർക്ക് കണ്ടിട്ട് കൊടുക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീട്ടുകാരോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരുന്നത് പുറത്തുനിന്നായിരിക്കും. നമ്മളെ അറിയാത്ത ആൾക്കാരാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ മക്കൾ കാണുന്നില്ല. എന്റെ മോനിപ്പോ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ പെൺകുട്ടികളൊന്നും ഞാൻ കാണണ്ടെന്ന് പറയുകയും ചെയ്യും. ചിലപ്പോ അവർക്ക് പിടിച്ചെന്ന് തരില്ല, വേണ്ട, അപ്പൊ അതാണ് പോയിക്കോട്ടെ. അപ്പൊ ഫാമിലി ഒന്നും അധികം കാണൂല. പക്ഷെ ഇത് ചില രീതിയിൽ ഇവർക്ക് ആരെങ്കിലൊക്കെ അയച്ചു കൊടുക്കും. നമ്മൾ ഇടുന്ന വീഡിയോസ് ചിലപ്പോ അവർക്ക് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ റീച്ചായി വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ അവർക്കത് അവരെ മനസ്സിനത് പറ്റുന്നതായ രീതിയിൽ ഉണ്ടാകുക അവര് നേരെ അയച്ചിടും. കണ്ടില്ലേ, നിങ്ങളെ മോളല്ലേ, ഇതെന്റെ താത്തല്ലേ, എന്റെ അനിയത്തിയല്ലേ, എന്റെ അമ്മായിയല്ലത്, എന്താ നോക്കാ, എന്റെ അമ്മായിമല്ലത്, മരുവോളല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കും. ഇത് നോക്കാം, എന്തിന്റെ ആവശ്യമുണ്ട്? യൂട്യൂബ് ചാനലിലുള്ള വരുന്ന സാധനല്ലേ, അത് ആരെടുത്ത് എത്തൂലേ, പിന്നെ അതാണ്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. എന്നിട്ട് അവരെ വകയൊരു ഡയലോഗ്, അതായത് അവർക്ക് നമ്മളെ പോലെ വരാനൊക്കെ പറ്റൂല്ല, എന്നാ പോണ്ട രീതിയിൽ ആക്കൂല്ല. ഇതാണ് ഇവരെ കുഴപ്പം. എന്നാ അവരടുത്തുള്ള ഈ പൈസ മറ്റുള്ളതോ അതിനൊരു അയിത്തം ഉണ്ടാവില്ല. അതിനൊരു കുഴപ്പം ഉണ്ടാവില്ല. സപ്പോർട്ട് തീരെയില്ല. എന്നാലോ വെറുപ്പിക്കൽ ധാരാളമാണ്. അത് അങ്ങനെ ആക്കി നമ്മൾ നല്ലൊരു ഇൻഫർമേഷന് നല്ല രീതിയിൽ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനൊരു നല്ലതാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എനിക്ക് എന്നുള്ള വാക്കൊന്നും ഉണ്ടാവില്ല. അല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് പറഞ്ഞിട്ട് ഇതെന്തിനാ അങ്ങനെ എന്ന് ചോദിക്കാൻ അവരെ കൊണ്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് എന്റെ വീഡിയോ ഇഷ്ടമല്ലാത്തൊരു വീഡിയോ കാണണ്ട. ഞാൻ എന്റെ ആൾക്കാരോടാ പറഞ്ഞത്, അതായത് എന്റെ സബ്സ്ക്രൈബ് ഫാമിലിനോടല്ല, എന്റെ ഫാമിലിനോടാ പറഞ്ഞത്. എന്റെ ചാനൽ കാണാന് ഇഷ്ടമല്ലാത്തൊരു ചാനൽ കാണണ്ട, അൺസബ് ചെയ്യുക, മനസ്സിലായില്ലേ? പിന്നെ ഇതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വരും വേണ്ട. ഞാൻ ഒരു വീഡിയോ മാറ്റി നിർത്തി കഴിഞ്ഞാല് എല്ലാ വീഡിയോ മാറ്റി നിർത്തണം. അതിൻ്റെതായ കാര്യങ്ങൾ എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാവും. നമ്മൾ ഒരാളെ പേടിച്ച് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ പേടിച്ച് ഓടിക്കൊണ്ടേയിരിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അതിന് അവസാനം ഉണ്ടാവില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എടുത്തിട്ടുള്ളത്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് സൗകര്യം ഉണ്ടായിട്ടല്ല, സമയം ഉണ്ടായിട്ടല്ല, പറ്റുന്ന സമയത്ത് നമ്മൾ വന്ന് പറയും പല കാര്യങ്ങളും. ഇതും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അസൂയപ്പെട്ടിട്ട് ഇരുന്നിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിക്കനുസരിച്ച് ജീവിച്ച് കാണിക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ പറ്റാത്തവര് പിന്നെ നമ്മളെ ദ്രോഹിക്കാൻ വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല, അല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെയുള്ളൊരു ഘട്ടം വന്നിട്ടില്ല. അപ്പൊ ഇനി അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ പോകുന്നുമില്ല. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടില്ല, അത്ര തന്നെ ഉള്ളൂ. നമുക്ക് പറയേണ്ടത് തുറന്ന് പറയാനുള്ള ഒരു മേഖലയായിട്ട് ഞാൻ ഇത് കാണുന്നു. അപ്പൊ അതിൻ്റെതായ രീതിക്കനുസരിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. പറ്റുന്ന സമയത്തൊക്കെ എന്നും തിരിച്ചിട്ടിരിക്കണമെന്നില്ല. അങ്ങനെ ഇരിക്കണമെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ എത്തിയിരുന്നു. പല കാര്യങ്ങളും ഇപ്പോ ഏകദേശം എന്റെ ഈ വീഡിയോ ആരെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. 3-4 കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വലിയ വലിയ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഫാമിലി ഡൈവേഴ്സ് ആയത് മുതൽ മറ്റുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നിലൂടെ കിടക്കുന്നുണ്ട്.
എനിക്ക് വലിയ കണ്ടന്റ് ആക്കിയിട്ട് നല്ല ലെവലിൽ പോകാൻ പറ്റുന്ന കണ്ടന്റുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അടുത്തിട്ടിട്ടില്ല. എന്തുകൊണ്ട്? അത് അതിന്റെ വഴിക്ക് തന്നെ ഞാൻ വിട്ട്, ഇതിൽ ഇടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടന്റിന് ക്ഷാമം ഉണ്ടായിട്ടൊന്നല്ല. വേണ്ടത് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞുള്ളൂ, വേണ്ടാത്ത ഞാൻ പറഞ്ഞില്ല. അത് ആ രീതിക്ക് തന്നെ ഞാൻ വെച്ചിരിക്കാം. അതും യൂട്യൂബ് ചാനലിനോട് കൂടെ ഉള്ള കാര്യമാണ്. എന്നിട്ട് പോലും അപ്പൊ അത് അതിന്റെ വഴിക്കാണ് ഞാൻ വിട്ടിരുന്നത്. അതിന്റെ ആൾക്കാർക്ക് മനസ്സിലാവും ഒരു കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല, കണ്ടന്റ് ഉണ്ടായിട്ടും നമ്മൾ പറയായാണ് എന്നുള്ളത് മനസ്സിലാവും. അത് ആ ആൾക്കാർക്ക് കൂടെ ഒരു ഇതാണെന്ന് കൊടുത്തിട്ടുള്ളൂ. എന്റെ പേരും വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നോക്കിയതാ. അപ്പൊ അത് എന്താ പറയാ, പണ്ടാരോ പറഞ്ഞ മാതിരി ഹംക്ക് വർക്ക് ചെവിക്ക് പറഞ്ഞെന്നാണ്. തീരെ ഒരു മന്ദബുദ്ധി ആണെങ്കിലും മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാറുണ്ട്. അത്രയും മന്ദബുദ്ധി അല്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിനോട് നമുക്ക് പിന്നെ തിരിച്ചു പറയാൻ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. അത് കാരണം തന്നെ ഞാനത് അവോയ്ഡ് ചെയ്തു, അത്ര തന്നെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോന്നട്ടെ. ചെറിയൊരു വീഡിയോ ആണ്. ഇതേപോലെ അനുഭവമുള്ള യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ഇടാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വേറെ വീഡിയോസുമായി കാണാം.